സ്മൃതി കൃത്യമായ രമേശ് ചെന്നിത്തല യോഗ്യനാണ് എന്ന് അവിടെ പറഞ്ഞു വെക്കുകയാണ് എന്നുള്ളത്. അതായത് തന്റെ മനസ്സ് എപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് എന്ന കാര്യം തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ രമേശ് ചെന്നിത്തല ഉപയോഗിച്ച് സീനിയർ ആണെന്ന വാചകം തന്നെയാണ് സുകുമാരൻ നായർ ഉപയോഗിച്ചിരിക്കുന്നത്. സീനിയർ ആയിട്ടുള്ള ആളുകളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പരിഗണിക്കണം എന്നുള്ളത് ജനവികാരമാണ്, ജനം നൽകിയ പിന്തുണ കൊണ്ട് വിജയിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സീനിയർ ആയിട്ടുള്ള ആളുകളെ ഈ കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വി.ഡി. സതീശനെതിരെയുള്ള നിലപാട് അല്ലെങ്കിൽ വി.ഡി. സതീശനോടുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതായത് വി.ഡി. സതീശനൊപ്പം താനില്ല എന്ന കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ഒപ്പം തന്റെ മനസ്സ് അല്ലെങ്കിൽ താനുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നാണ്. മൂന്നുപേരും യോഗ്യരാണെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ തന്റെ അഭിപ്രായത്തിൽ രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ എന്ന കാര്യം അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ തിണ്ണനിറങ്ങിൽ പരാമർശം അടക്കമുള്ള കാര്യങ്ങളിൽ വിയോജിപ്പിൽ മാപ്പ് പറയേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു. ഇനി ആ നിലപാടിൽ, അതായത് വി.ഡി. സതീശനോടുള്ള നിലപാടിൽ ഈ വിജയിച്ചു വന്നതിന് ശേഷവും യാതൊരു മാറ്റവുമില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നതും കൃത്യമായ ഒരു പൊളിറ്റിക്കൽ നിലപാട് തന്നെയാണ് NSSന്റെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ ജനങ്ങൾ, അതായത് ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധതയുണ്ടായിരുന്നു. ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ മനസ്സിലായതാണ്, ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങണം എന്നുള്ളത്. അത് ജനങ്ങൾ തീരുമാനിച്ചു. ആ കാര്യം ജനങ്ങൾ നടപ്പിലാക്കി. ജനാധിപത്യമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് എന്നാണ് കാര്യം പറഞ്ഞത്. സൂചനകൾ നൽകുകയും ഭരണം മാറിയ ശേഷം ആരാവണം മുഖ്യമന്ത്രി എന്ന പ്രതികരണം നടത്തുകയും ചെയ്യുകയാണ് സുകുമാരൻ നായർ. ഇപ്പോൾ